മണൽക്കാറ്റും കഠിനമായ ചൂടും നിറഞ്ഞ മരുഭൂമിയിൽ ആഴ്ചകളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങളെ നമ്മൾ കാണാറുണ്ട്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങളെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. അവയുടെ മുതുകിലെ കൂനയിൽ വെള്ളമാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതാണത്. എന്നാൽ സത്യമതല്ല. കൂനയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒട്ടകത്തിന്റെ മുതുകിലെ കൂനയിൽ വെള്ളമല്ല, മറിച്ച് കൊഴുപ്പാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ ആഹാരം ലഭിക്കാത്ത സമയങ്ങളിൽ ഈ കൊഴുപ്പിനെ ഊർജമാക്കി മാറ്റിയാണ് ഒട്ടകങ്ങൾ അതിജീവിക്കുന്നത്. ഈ കൊഴുപ്പ് കത്തുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം മാത്രമല്ല, ചെറിയ അളവിൽ ജലാംശവും ലഭിക്കും. ഒരൊട്ടകം കുറെ കാലം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവയുടെ കൂന ചെറുതാവുകയും വശങ്ങളിലേക്ക് ചരിഞ്ഞു വീഴുകയും ചെയ്യും. പിന്നീട് ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് അത് പഴയ രൂപത്തിലുമാകും. ഒട്ടകത്തിന്റെ വാട്ടർ ടാങ്ക് എവിടെയാണ്? വെള്ളം കുടിക്കുമ്പോൾ ഒട്ടകങ്ങൾ കാണിക്കുന്ന ആവേശം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കേവലം 13 മിനിറ്റിനുള്ളിൽ ഏകദേശം 113 ലിറ്റർ വെള്ളം വരെ കുടിച്ചു തീർക്കാൻ ഒരൊട്ടകത്തിന് കഴിയും. നിങ്ങൾ ചോദിച്ചതുപോലെ ഈ വെള്ളം എവിടെയാണ് പോകുന്നത്? ഒട്ടകങ്ങൾ കുടിക്കുന്ന വെള്ളം നേരിട്ട് രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടകങ്ങളുടെ ചുവന്ന രക്തകോശങ്ങൾക്ക് വലിയ അളവിൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വികസിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിലെ കോശങ്ങളിലും പേശികളിലും ഇവർ ജലാംശം നിലനിർത്തും. എങ്ങനെയാണ് ഇത്രയധികം കാലം വെള്ളമില്ലാതെ ഈ ഒട്ടകങ്ങൾ ജീവിക്കുന്നത്? വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ജീവിക്കാൻ ഒട്ടകങ്ങളെ സഹായിക്കുന്നത് അവയുടെ സവിശേഷമായ ശരീരഘടനയാണ്. ഒട്ടകങ്ങൾ സാധാരണയായി വിയർക്കാറില്ല. അന്തരീക്ഷ താപനില 41 ഡിഗ്രി സെൽഷ്യസ് കടന്നാൽ മാത്രമേ ഇവയുടെ ശരീരം വിയർക്കുകയുള്ളൂ. ഇതുമൂലം ജലനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഈർപ്പത്തെ തിരികെ വലിച്ചെടുക്കാൻ കഴിയുന്ന പ്രത്യേക ഘടന അവയുടെ നാസാരന്ധ്രങ്ങൾക്കുണ്ട്. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി വളരെ സാന്ദ്രത കൂടിയ രീതിയിലാണ് അവ വിസർജനം നടത്തുന്നത്. ഒട്ടകം ഒരു തവണ കുടിക്കുന്ന വെള്ളം ആഴ്ചകളോളം അവയെ ഊർജ്ജസ്വലരായി നിലനിർത്തും. കൂനയിലെ കൊഴുപ്പ് ഭക്ഷണമായും രക്തകോശങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം ദാഹമകറ്റാനും അവയെ സഹായിക്കും. പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് ആണ് ഒട്ടകങ്ങളെ മരുഭൂമിയിലെ രാജാക്കന്മാരാക്കുന്നത്.